ശുക്രു ശുക്രു. നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അതെ കേറിക്കോ കേറിക്കോ. അതെ പോണാണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് ഗൈസ്. ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ നല്ല വെട്ടുണ്ട് കേട്ടോ, പക്ഷേ കറക്റ്റ് സമയം 7 മണിയായിട്ടുള്ളൂ. മഴയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല വെട്ടമുണ്ട്. 7 മണിയായിട്ടുള്ളൂ. അപ്പോൾ അതേ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കഴിഞ്ഞു. അമ്മ ബീട്രൂട്ട് അരിയുന്നുണ്ട് കേട്ടോ. ഞാനും ഒന്ന് 6:30 ആയപ്പോഴാണ് എണീറ്റുള്ളൂ. അപ്പോഴേക്കും ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞ് ഇന്ന് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചമ്മന്തിക്കുള്ള തേങ്ങ മാത്രമേ ഞാൻ ചിരകി കൊടുത്തിട്ടുള്ളൂ. എനിക്കും വയ്യ ഗൈസ്. അങ്ങനെ അപ്പോൾ ദേ ശുക്രുമണി ഉറക്കത്തിലാണ്. ദേ ശുക്രു 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 നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പിന്നെ എന്തുട്ടാ, 7 മണി ആയിട്ടുള്ളൂ. അത് പതുക്കെ പതുക്കെ അവനെ എണീക്കും. എന്നിട്ട് കുറച്ചൊരു ചൂടുവെള്ളമൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കണം. പിന്നെ ഇന്ന് മഴയുണ്ടെങ്കിലും തല കുളിപ്പിക്കും കേട്ടോ. തല കുളിപ്പിച്ചാലൊരു ഉഷാറുണ്ടാവാം. പലരും തല കുളിപ്പിക്കാണ്ട് പറഞ്ഞു വിടാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ. പക്ഷേ ഞാനങ്ങനെ വിചാരിച്ച് ബാത്റൂമിൽ കയറ്റും. പക്ഷേ എൻ്റെ ഓട്ടോമാറ്റിക്കലി തലയിൽ കൂടെ വെള്ളം ഒഴിക്കും ഞാൻ. എന്നാലാണ് അവനെ കാണുമ്പോൾ എനിക്കൊരു ഉഷാറുണ്ടാവുക, അവനൊരു ഉഷാറുണ്ടാവുക എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ ചെറിയ മക്കളെ എല്ലാ ദിവസവും ഇതേപോലെ മഴയത്ത് മണ്ടത്തരാണ്. എന്നാലും ഇന്ന് പക്ഷേ മഴയൊന്നുമില്ല, തലയിലൊക്കെ കുളിപ്പിക്കണം. അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് രാവിലെ ഇഡ്ഡലി സാമ്പാർ ചട്നിയാണ്. പിന്നെ ശുക്രുവിന് കൊണ്ടുപോകാനായിട്ട് ബീട്രൂട്ട് അമ്മ അവിടെ അരിഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. അത് ആയിട്ടില്ല, അത് പെട്ടെന്നാവുമല്ലോ, വെറുതെ ഇങ്ങനെ വാടാനല്ലേ ഉള്ളൂ. പിന്നെ എന്തുട്ടാ, പിന്നെ സ്നാക്സിൽ എന്തെങ്കിലും കൊടുക്കണം. സൂചിച്ചാണ്ട് നല്ല മുറുക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുറുക്ക് ഒരു സ്നാക്ക് ബോക്സിൽ മുറുക്ക് കൊടുക്കണം. മറ്റേതിൽ ഇഡ്ഡലി സാമ്പാറിനുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പീസും കൊടുക്കാം. ചോറും ബീട്രൂട്ട് വാട്ടിയതും മതി. എല്ലാ ദിവസവും മുട്ട കൊടുക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച മുഴുവനും മുട്ട ചിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും കൊടുക്കുന്നില്ല. അവന് പച്ചക്കറി ദൈവം സഹായിച്ച് ഇവിടെ നിന്ന് തിന്നില്ലെങ്കിലും അവിടെ തിന്നുന്നുണ്ട് കേട്ടോ. മറ്റേ എന്തുട്ടാ ടീച്ചർമാർ പറയുന്നുണ്ട് തിന്നുന്നുണ്ട്. ശുക്രുമണിക്ക് ചായ സെറ്റായിട്ടുണ്ട്. ശുക്രുമണി നാ സൗച്ചടി നാ ബാ എനിക്ക് ശുക്രുമണി എനിക്ക്. അപ്പം ഞാനത് എണീപ്പിക്കട്ടെ കേട്ടോ. എന്നിട്ട് ചായയൊക്കെ കൊടുത്തിട്ടൊന്ന് സെറ്റാക്കിയിട്ട് അടുക്കളയിലെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ നമ്മൾ ബീട്രൂട്ട് വാട്ടട്ടെ. ബീട്രൂട്ട് വാട്ടിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണാം. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എല്ലാ ദിവസവും ലോങ് വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. എല്ലാവർക്കും അറിവച്ചൊക്കെ വേണമെങ്കിൽ ക്ഷമിക്കുക. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒരുപാട് വട്ടം പറയട്ടെ, അതിൻ്റെ ഒരു നേച്ചറാണ്. അങ്ങനെ എന്ത് ചെയ്തു, ദേ ഉറങ്ങിക്കിടന്ന തുമ്പിക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ വോയിസ് ഓവർ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ഇഡ്ഡലി സെറ്റായിട്ടുണ്ട്, കാസറോളിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സാമ്പാറും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വെള്ളം കൂടിയൊന്നും എനിക്കൊരു ഡൗട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ സാമ്പാർ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബീട്രൂട്ട് വാട്ടിയതാണ് ഇന്ന് ശുക്രുമണിക്ക് കൊടുത്തയക്കുന്നത്. അത് മാത്രം കൊടുത്തയക്കുന്നുള്ളൂ കേട്ടോ, വേറെ മുട്ട കൊടുത്തയക്കണ്ടെന്ന് വിചാരിച്ചു. ബീട്രൂട്ട് അവന് ഓൾമോസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ഓരോ ഇഡ്ഡലികൾ തട്ടിലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ പൊട്ടുകടല കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിലുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് പൊട്ടുകടലയും കൂടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് അടിക്കാത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ശുക്രുമണിയും കൂടി ഒന്ന് പല്ലേക്കാൻ പോവാണ്.
അപ്പോൾ എനിക്ക് വേറെ പേസ്റ്റ്, ബാക്കിയുള്ളവർക്ക് വേറെ പേസ്റ്റാണ്. എനിക്ക് മാത്രം സ്പെഷ്യൽ കാശ് കൂടുതലിൻ്റെ പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നല്ല ഗൈസ്, വായ മൊത്തം എന്നിട്ടാണ് പുളിപ്പാണ്, വായ അണപ്പല്ലൊക്കെ പുളിപ്പാണ്. അപ്പം അതുകൊണ്ട് പാറുവാണ് എന്നോട് പറഞ്ഞത് നീ സെൻസോഡൻ മേടിച്ച് തേച്ച് നോക്കുക, അപ്പോൾ നല്ലതായിരിക്കും. പക്ഷെ നല്ലതാണ് കേട്ടോ ഈ ഒരു പേസ്റ്റ് തേച്ചിട്ട്. അത് കാലിയാവാറായി ഏകദേശം, അത് ഇനി അടുത്തത് മേടിക്കണം. അപ്പോൾ എൻ്റെ പല്ലേപ്പ് കഴിഞ്ഞിട്ട് ഇനി സുക്രുമണീനെ പല്ലേപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. സുക്രു ആ ഡ്രസ്സ് ഊറണമെങ്കിൽ തന്നെ ഞാനൊരു 10,000 പ്രാവശ്യം പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഇതെന്താണാവോ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു. ഞാൻ വീഡിയോ എടുക്കണോണ്ടായിരിക്കും, ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കും, അപ്പോൾ എല്ലാവരും ഗുഡ് ബോയ് എന്ന് പറയും എല്ലാവരും കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറാനായിട്ട് സമ്മതിച്ചു. അങ്ങനെ അതേ മോത്തുള്ള ഈ ഒരു മാന്ദ്യപാടുകൾ അത് അനിയത്തിയും ചേട്ടനും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ സൂചകങ്ങളാണ് ഗൈസ്. അനിയത്തി മാന്തിയതാണ്. അവളൊന്ന് ചൊറിയാൻ ചെന്നപ്പോൾ അനിയത്തി അങ്ങോട്ട് മാന്തി കൊടുത്തു. അതാണ് സംഭവിച്ചത്. ഞങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല, ഞങ്ങൾ അടുക്കളയിലായിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. കരച്ചിൽ കിട്ടിയാൻ ഓടി വന്നപ്പോൾ എന്താണ് കാച്ചും പൂച്ച മാന്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ സുക്രുവിന് ഒറ്റയ്ക്ക് പല്ല് തേക്കാനായിട്ട് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര പേടിയാണ്. ചില സമയത്ത് തേക്കും, ചില സമയത്ത് ഇമാതിരി വാശിയായിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഞാൻ കൈയോടെ തന്നെ തേക്കാണ് കേട്ടോ, തേപ്പിക്കുകയാണ്. പിന്നെ എന്തിട്ടാണ്, ശരിയാണ് അവനെ കൊണ്ട് ഒറ്റക്ക് ചെയ്യിക്കണം, പക്ഷെ ഒറ്റക്ക് ചെയ്യിക്കാൻ നാളെ നേരം വെളുത്താലും ഇവൻ പല്ലിച്ച് കഴിയില്ല. പിന്നെ അതേ എണ്ണയൊക്കെ പരട്ടി. അപ്പം ഞാൻ പറയാണ് വീഡിയോയിൽ നോക്കി ചിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുക്രുവാണി ചിരിച്ചങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഈ പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാം കഴിയും കേട്ടോ, അതൊരു ഗുഡ് പോയിന്റ് ആണ്. അപ്പോൾ അതേ ഞാനും കുളിക്കാൻ പോവാണ് കേട്ടോ. ഞാനിങ്ങനെ എണ്ണ തേക്കുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട് എല്ലാ ദിവസവും വെളിച്ചെണ്ണ തേക്കരുത് തലയിൽ. ഈവൻ ബ്യൂട്ടി പാർലറുകാർ വരെയും പറയാറുണ്ട് ഞാൻ മുടിയൊക്കെ ചെയ്യാൻ പോകുമ്പോൾ. പക്ഷെ എനിക്ക് എന്താണാവോ വെളിച്ചെണ്ണ തേച്ചില്ലെങ്കിൽ എന്തോ ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കണ പോലെയാണ്. എനിക്ക് ഒരിത്തിരിയെങ്കിലും തൊടണം, അതിൻ്റെ കൈ ഓട്ടോമാറ്റിക്കലി തലയിലോട്ട് പോകും. അപ്പം അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞത് സുക്രുമണിക്ക് ഒരു ഗ്ലാസ് ഹോർലിക്സ് പാലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അവൻ 10 മണിക്ക് ഒരു ടിഫിൻ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മിനിമലായിട്ടാണ് ഞാൻ രാവിലെ കൊടുത്തു വിടുന്നത്. പിന്നെ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ സുക്രു 2 എണ്ണം കംപ്ലീറ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ ആ ഒരു ഗ്ലാസ് പാലും കഴിച്ചു കേട്ടോ. പിന്നെ അവന് 10 മണിയാവുമ്പോൾ ഒരു ടിഫിൻ കൊടുക്കും. അതിൽ ഞാൻ കൊടുത്തയക്കുന്നത് ഇഡ്ഡലിയും ഒരു മുട്ട പുഴുങ്ങിയതാണ്. അപ്പോൾ തന്നെ വയറ് ഫില്ലാവും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നുണ്ട് അമ്മ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ മോൻ പെട്ടെന്ന് തന്നെ കഴിക്കണം. അങ്ങനെ പറയുമ്പോൾ സുക്രുവിനൊരു ഇൻട്രസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പോൾ അടുത്തത് അവന് ഇഷ്ടമുള്ളൊരു കാർട്ടൂണും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു, അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം പിന്നെ സുക്രുമണി പാല് ചൂടുള്ള പാലായിരുന്നു, അപ്പോൾ അത് ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരു ഗ്ലാസ് അങ്ങനെ തന്നെ ഇരുന്ന് കുടിപ്പിക്കുകയാണ്. പാല് കുടിക്കാൻ ഇച്ചിരി മടിയാണ് സുക്രുവിന്, പക്ഷേ പണ്ടത്തേതിൽ അപേക്ഷിച്ച് കുറച്ച് ഭേദമായി എന്ന് തന്നെ പറയാം. തുമ്പിക്കുട്ടി പാല് കുടിക്കും കേട്ടോ. പിന്നെ പച്ചപ്പാൽ ഒന്നും കൂടി, പച്ചപ്പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർലിക്സ് ഇടാത്ത പാൽ ഒട്ടും കഴിക്കില്ല. ഹോർലിക്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 3/4 ഭാഗമെങ്കിലും കഴിക്കുമെന്ന് പറയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഇടിപ്പിക്കലാണ്. ഇതിപ്പോൾ എല്ലാ ദിവസവും മറ്റേ കളർ ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ കളർ ഡ്രസ്സും തീർന്നു ഈ 2 ആഴ്ച ആയാലും. അപ്പോൾ ഇട്ടത് തന്നെയാണ് വീണ്ടും ഇടിയിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പുതിയതാണ് കേട്ടോ, ഇത് ഇതുവരെ ഇട്ടിട്ടില്ല. ജീൻസൊക്കെ ഇതിന് മുന്നൊക്കെ ഇട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ ഇടിയിച്ച് കഴിഞ്ഞു. തുമ്പിക്കുട്ടിയുടെ ഇന്നലെ രാത്രി ഇട്ട ഡ്രസ്സാണ് കേട്ടോ ഈ കാണുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ തുമ്പിയുടെ ഡ്രസ്സല്ല കേട്ടോ, എൻ്റെ ബനിയനാണ്. അപ്പോൾ അത് ആണ് അവൾ ഇടിച്ചത്. അതാവുമ്പോൾ സ്നഗ്ഗി മാത്രം ഇടിച്ചാൽ മതി, ട്രൗസർ ഇടിക്കണ്ടല്ലോ എന്നുള്ളൊരു എളുപ്പപ്പണിയിലാണ് ആ ഒരു ഡ്രസ്സ് ഇടിച്ചത്. അമ്മ കുറച്ച് നേരം കഴിയുമ്പോൾ അതിനെ മാറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ സുക്രുവിന് ചെരുപ്പ് ഇടിക്കുന്നുണ്ട്. മഴയായതുകൊണ്ട് തന്നെ നല്ല മടിയുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അവനത് കാണിക്കുന്നില്ല, അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. അല്ലെങ്കിൽ കരച്ചിലും പിടിച്ചിലായി കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. എന്നാലും മുഖത്തിരി വാടിയിട്ടുണ്ടെങ്കിലും എന്നാലും ഭയങ്കര എക്സ്പ്രഷൻ കൊടുക്കുന്നില്ല കേട്ടോ, മടിയുള്ള കാര്യങ്ങളൊന്നും. അങ്ങനെ ഓരോന്ന് ഞാൻ അമ്മനെ കൊണ്ട് വരുത്തിക്കാൻ കേട്ടോ, പൗഡറായാലും ചീർപ്പായാലും. പിന്നെ ചന്ദനം തൊടാൻ സുധുചേട്ടന് മസ്റ്റാണ്. എനിക്ക് വലിയ ഇഷ്ടമില്ല ചന്ദനം എല്ലാ ദിവസവും തൊട്ട് കൊടുക്കാൻ, പക്ഷെ സുധുചേട്ടന് മസ്റ്റാണ് എല്ലാ ദിവസവും കുട്ടികൾ ചന്ദനം തൊടണം. അതാണ് ഒരു ഐശ്വര്യം എന്നുള്ളത്. അത് ശരിയാണ്, സുധുചേട്ടൻ ഒരു ദിവസം പോലും ചന്ദനം തൊടാതിരിക്കില്ല കേട്ടോ, അത് ഒരു തരത്തിൽ ശരിയാണ്. പിന്നെ മോഡേൺ ഡ്രസ്സ് ഇടുമ്പോൾ ചന്ദനം തൊടിക്കുക എന്നുള്ളത്, തുമ്പിക്കുട്ടിയൊക്കെ എന്തെങ്കിലും ഒരു മോഡേൺ ഡ്രസ്സൊക്കെ അല്ലെ ഷോർട്ട്സൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ അപ്പോൾ തന്നെ സുച്ചേട്ടൻ വന്ന് ചന്ദനം തൊടിക്കും. അപ്പോൾ ഞാൻ പറയും മോഡേൺ ഡ്രസ്സിന് ചെയ്യില്ല എന്നൊക്കെ പറയും എന്ത് മോഡേൺ ഡ്രസ്സായാലും ചന്ദനം തൊടേണ്ട ഒരു ഐശ്വര്യം വേറെ ഒന്നിനും കിട്ടില്ല എന്നാണ് കേട്ടോ ആളുടെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. അങ്ങനെ സുക്രുമണിക്ക് ഞാൻ പൗഡറൊക്കെ ഇടിയിച്ച് ചന്ദനമൊക്കെ തൊടിയിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരുത്താണ് കേട്ടോ.
തുമ്പിക്കുട്ടിയും ഇതൊക്കെ കണ്ടിട്ട് ദൈവമേ എന്താണ് എന്നെ മാത്രം ആരും ഒന്നും ഒരുക്കാത്തത്, എന്നെ മാത്രം എന്താണ് ആരും ശ്രദ്ധിക്കാത്തത് എന്നുള്ളൊരു രീതിയിലാണ് തുമ്പിക്കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ അവൾക്കൊരു സങ്കടം വേണ്ടല്ല എന്ന് വെച്ചിട്ട് ഞാൻ അവൾക്കും ചന്ദനമൊക്കെ തൊടിയിച്ച് അവിടെ സെറ്റായിട്ട് ഇരുത്തിയിട്ട്, അപ്പോൾ ശുക്രമണിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഒരു സമാധാനമായിട്ട് എനിക്ക് ചോറ് പൊതിയാം. അങ്ങനെയാണ് എപ്പോഴും ഞാൻ ചെയ്യാറ് കേട്ടോ. സമാധാനപരമായിട്ടാണ് ഞാൻ ചോറ് പൊതിയാൻ നിൽക്കാറ്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലത്തെ ഭക്ഷണം പോട്ടെ. ഉച്ചക്കലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ബീറ്റ്റൂട്ട് വാട്ടിയതും പിന്നെ ഇതേ കുറച്ച് ചോറ് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ചേ ഇടുന്നുള്ളൂ, ആവശ്യത്തിന് ഇട്ടാൽ പരിപാടി, കുറേ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവർ വേസ്റ്റാക്കി കളയത്തുള്ളൂ. അപ്പോൾ അതേ ഞാൻ കുറച്ച് ചോറ് ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവന് ഉച്ചക്കലത്ത് കൊള്ള കേട്ടോ. പിന്നെ എന്തുട്ടാ, എനിക്ക് വെറൈറ്റി ഫുഡുകൾ പരീക്ഷിക്കണമെന്നുണ്ട്. എന്താണ് പതിയെ ഞാൻ പരീക്ഷിക്കും കേട്ടോ. അവൻ കഴിക്കുന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ വെറുതെ ഷോക്ക് വേണ്ടിയിട്ട് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതേ 2 ഇഡ്ഡലിയും ഒരു മുട്ട പുഴുങ്ങിയത് പകുതിയാക്കി വെച്ചിട്ടാണ് ഒരു ടിഫിൻ പൊതിയുന്നത്. നെക്സ്റ്റ് ഞാൻ ഇന്നലെ പൊട്ടുകടല വേണമെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് പൊട്ടുകടല ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ സുധിച്ചേട്ടൻ മുറുക്കും കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും എല്ലാ ദിവസവും ആവശ്യമാണ്. പണ്ടെന്ന് പറയുന്നത് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ ആരും തിന്നലില്ല. ഇതെന്ന് പറയുന്നത് സുക്രൂന് കൊടുത്തയക്കണം എന്തായാലും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഞാനിത് പൊട്ടിക്കാൻ നോക്കുമ്പോൾ ഇത് പൊട്ടണില്ല. അപ്പം ഞാൻ കത്തി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബിസ്ക്കറ്റ് കവർ പൊട്ടിക്കുന്നത്. അത് എനിക്കിപ്പോൾ നോക്കുമ്പോൾ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ എൻ്റെ മോനൊരു പ്രത്യേകതയുണ്ട്, അവന് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് കൊടുത്താലും പൊട്ടാൻ പാടില്ല, പൊട്ടിക്കഴിഞ്ഞാൽ അവൻ തിന്നില്ല. ഞാൻ പറയും, മോനെ ഇതൊന്നും കിട്ടാത്ത എന്തോരം പേരുണ്ട്, എന്നാലും അവൻ പറഞ്ഞാൽ, പക്ഷെ കുട്ടിയല്ലേ, പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വലിച്ചെറിഞ്ഞ് കളയും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് പൊട്ടാണ്ട് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാരണം കഴിക്കാണ്ടിരിക്കേണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ അതേ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഒരു മണ്ടത്തരം പറ്റിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചതായിരുന്നു. ഞാനത് എന്ത് ചെയ്തു, ഞാൻ ഇന്നലത്തെ വെള്ളമാണെന്ന് കരുതിക്കൊണ്ട് അത് മാറ്റിയിട്ടാണ് വേറെ വെള്ളം നിറച്ച് കേട്ടോ. മണ്ടത്തരായി, അമ്മ വന്നിട്ടാണ് പിന്നെ പറഞ്ഞത്. പിന്നെ അതേ ലഞ്ച് ബോക്സ് ഞാൻ ഒരു ടവലിൽ കെട്ടിയിട്ട് അതങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് പാക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ശുക്രമണിനെ കൊണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തിട്ടാണ് നമ്മുടെ ലഞ്ച് ബാഗിൽ അല്ലെങ്കിൽ ടിഫിൻ ബാഗിൽ ഇതൊക്കെ ആക്കി വയ്ക്കുക എന്നുള്ളതാണ്. സുക്രൂൻ്റെ മെയിൻ ബാഗിൽ ഒരു ഡയറി മാത്രം കൊടുത്തയക്കാനുള്ള അവൻ്റെ ID കാർഡിൻ്റെ ഫില്ലൊക്കെ ചെയ്ത് കൊടുത്തയക്കണമെന്ന് ടീച്ചർ ഇന്നലെ വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറിയിൽ അതൊക്കെ ഫില്ല് ചെയ്തു. പിന്നെ അവൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ ഡയറിയിൽ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചു. മെയിൻ ബാഗിൽ ഇതിൽ വാട്ടർ ബോട്ടിലും അതേപോലെ തന്നെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഒക്കെയാണ് വെച്ചത്. അപ്പം അമ്മ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടുക്കളയിൽ ഇരിക്കുന്നുണ്ട്. ആനപ്പുഴയിലെ കഥകളും അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തുമ്പിക്കുട്ടിക്ക് സുക്രൂൻ്റെ ബാഗ് ഇടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാഗ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങോട്ട് വിളിക്കാണ് കേട്ടോ. അപ്പോൾ അവരെ കാത്തുനിന്നാണ് ഈ ഒരു ലാഗിങ് വരുന്നത്. അപ്പോൾ തുമ്പിക്കുട്ടി സുക്രമണിയും വരുന്നുണ്ട് കേട്ടോ. തുമ്പിക്ക് ആ ബാഗ് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും നേഴ്സറി പോകാനുള്ളൊരു പാകമായിട്ടുണ്ട് തുമ്പി. അടുത്ത ജൂണിൽ നേഴ്സറിയിലാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. 3 വയസ്സാവാണ്ട് ഇപ്പോൾ നേഴ്സറിയിൽ അവർ ഇരുത്തില്ലല്ലോ. അപ്പോൾ അവൻ്റെ മോൻ 2.25 വയസ്സിൽ നേഴ്സറി പോകാനായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അവന് ഇതാക്കുന്ന സമയത്തൊക്കെ ഇരുത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ്, 3 വയസ്സില്ലാണ്ട് ഇരുത്തില്ല. അപ്പോൾ 2.25 വയസ്സിൽ തുമ്പി ആയതോടുകൂടി പിന്നെ എല്ലാം മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായതോടുകൂടിയിട്ടാണ് നേഴ്സറിയിൽ ഇരുത്തിയത്. പക്ഷെ ഉച്ചക്ക് പോയിട്ട് അമ്മ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ശുക്രു ഇറങ്ങാൻ നേരത്ത് അപ്പം തന്നെ മഴ പെയ്തു. അങ്ങനെ ശുക്രമണിക്ക് റെയിൻകോട്ട് ഇടിക്കാണ്. അപ്പോൾ സുധിച്ചേട്ടനാണ് കൊണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നെന്താണ് അവൻ്റെ മോനൊട്ടും കരഞ്ഞില്ല കേട്ടോ. വളരെ നല്ല എന്നിട്ടാണ് മിടുക്കൻ കുട്ടിയായിട്ടാണ് ഇന്ന് പോകുന്നത്. അച്ഛനും ചേട്ടനും റെഡി ആവുന്നുണ്ട്. പിന്നെ ഞാനും പോകുന്നതാണ് തുമ്പിക്കുട്ടിയുടെ വിചാരം. അപ്പോൾ തുമ്പിക്കുട്ടി ഇടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ റെയിൻകോട്ടിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നുണ്ടല്ലേ, തല ഫുള്ളായിട്ട് മറിയില്ല. അപ്പം ഞാനിതൊരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ബോറാണ്, എന്നാലും തല നനയാതിരിക്കല്ലേ നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് ഒരു പമ്പേഴ്സൊക്കെ ഇട്ട് ഇങ്ങനെ തല കവർ ചെയ്തിട്ട് അങ്ങനെ ഞാനൊരു ഇതാക്കി വെക്കണം. ഈ കുറച്ച് ഒരു 10 മിനിറ്റ് ദൂരമല്ലോ. അപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ മഴയത്ത്. നമുക്ക് നമ്മുടെ മോൻ തല നനയാണ്ട് പോകാമെന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ തുമ്പിക്കുട്ടി അച്ചാ എന്നെയും കൂടെ കൊണ്ടുപോകും, തുമ്പി പാവല്ലേ എന്നൊക്കെ എന്നിട്ട് ഈ പറയുന്നത്. അങ്ങനെ ശുക്രമണി ഉമ്മയൊക്കെ തന്നിട്ട് പോവാൻ പോവാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അവനീ പോകുമ്പോൾ എന്നെ നോക്കുമ്പോൾ അതാരാണ്? ആരാണത്?
ഉമ്പി കരയണ്. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ തുമ്പി ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ തുമ്പി കരയണ കണ്ടിട്ട് തുമ്പി പറയാണ്, തുമ്പി കരയണ് അല്ലേ, സുക്രുമണി പോണ് അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ചുക്കുറ് പോകുമ്പോൾ എന്നെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ചങ്കിലൊരു ഇടുത്തി വീണ പോലത്തെ ഒരു ഇതാണ് അവൻ്റെ ആ ഒരു ദയനീയ അവസ്ഥ. അവനറിയാം, അവൻ കരഞ്ഞാലും കൊണ്ടാക്കുന്ന അവനറിയാം. അപ്പം എല്ലാ അമ്മമാർക്കും അങ്ങനെയാണ്, എനിക്കും അങ്ങനെയാണ് ഗൈസ്. മക്കൾ വലുതാവും, കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവൻ വലുതായി. ഇനി തുമ്പിയും ഇതേപോലെ സ്കൂളിൽ പോവും, ഞാൻ ഒറ്റയ്ക്കാവും. അങ്ങനെ കേട്ടോ. അമ്മ കരയണില്ല, അത് പോണാണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് ഗൈസ്. കരയണില്ല, കരഞ്ഞെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം വരില്ല. അവൻ ആ വിഷമം ഉള്ളിൽ ഒതുക്കിയിട്ട് ഇങ്ങനെ നിൽക്കൂല. എനിക്ക് ഞാൻ എന്തായാലും സ്കൂളിൽ പോണ്ടി വരുന്നുള്ളൊരു ആ ഒരു ഇതിലിങ്ങനെ നിൽക്കൂല. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് സങ്കടം. തുമ്പിക്കുട്ടിയും കരഞ്ഞല്ലേ ചേട്ട പോണം കണ്ടിട്ട്. തുമ്പിക്കുട്ടി അതല്ല കേട്ടോ, തുമ്പിക്കുട്ടിക്ക് പോണം. ഇവരിപ്പോൾ റെഡിയായി പോണല്ല, അതിനറിയില്ലല്ലോ അതിൻ്റെ സ്കൂളിൽ കാണാൻ അവിടെ പഠിപ്പിക്കാൻ കൊണ്ടുപോകണമെന്നൊന്നും അറിയില്ലല്ലോ. നോക്കി എന്ത് മഴയായിരുന്നെന്നറിയോ, പെട്ടെന്ന് പെയ്ത മഴയാണ് കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. അപ്പം അമ്മ തുണിയൊക്കെ ഇപ്പം ഗേറ്റുമൊക്കെ കൊണ്ട് ഇട്ടേനെ തുണിയൊക്കെ. അത് ഇട്ടിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയേനെ, 8ന്റെ പണി കിട്ടിയേനെ. കാരണം അമ്മാതിരി മഴയാണ് പെയ്തോണ്ടിരിക്കണേ. അത്രേ ഉള്ളൂ ഗൈസ് അല്ലേ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സൂചിച്ചേട്ടൻ വരും കേട്ടോ, വന്നിട്ട് പോവുള്ളൂ. അമ്മതേ വിശ്രമിക്കാണ്, പണികളൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ അമ്മ എന്താണ് പറയുന്നത്? അമ്മ വറക്കും, ചെമ്മീൻ വറുക്കണം ഗൈസ് കൊണ്ടുപോവാൻ. അപ്പോൾ ഉണക്ക ചെമ്മീനാണ്, പച്ച ചെമ്മീനല്ല. അപ്പോൾ ഉണക്ക ചെമ്മീൻ വറുക്കണം. പിന്നെന്തിട്ടാണുള്ളത്? പിന്നെന്തിനാണുള്ള സാമ്പാറും ഉണക്കച്ചെമ്മീൻ വറുത്തതാണ് ഇന്ന് ഉച്ചയ്ക്കുള്ളത്. സൂചേട്ടൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വരുമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് ഇരിക്കാം. ഇനി എനിക്കുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂചേട്ടനെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഉണക്കച്ചെമ്മീൻ ആ ഒരു സവാളയൊക്കെ ഇട്ടിട്ട് ഒലത്തില്ലേ, അതുണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അതെല്ലാ വ്ളോഗിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാനൊന്നും കൂടെ അത് പറയാം കേട്ടോ. നമ്മുടെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. ഓയിലിനേലും ടേസ്റ്റ് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് എന്തിടാം, നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇടാം കേട്ടോ. ഉണക്കച്ചെമ്മീൻ കഴുകണം. അത് പലതരം സ്ഥലത്ത് കിടന്ന് പലതരത്തിൽ ഉണങ്ങിയിട്ടല്ല വരുന്നത്. അപ്പോൾ നമ്മളത് കഴുകി തന്നെ എടുക്കണം കേട്ടോ. എനിക്ക് പണ്ട് സംശയമുണ്ട്, ഈ ഉണക്ക ചെമ്മീനൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പളുപളുന്നാവില്ലേ, ആ ഒരു സ്റ്റിക്ക് പോലെ ഇരിക്കുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, സ്റ്റിക്ക് പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ കഴുകിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഇട്ടിട്ട് കറിവേപ്പില ഞാൻ ഇതിൽ തന്നെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവറും അതേപോലെ തന്നെ കറിവേപ്പിലയുടെ ഫ്ലേവറും ആ ഒരു ഉണക്ക ചെമ്മീനിൽ കറക്റ്റായിട്ട് പിടിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഇതൊരു 5 മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം ഞാനൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ സവാള എല്ലാം എടുത്തിരിക്കുന്ന ഉള്ളിയാണ്. നമുക്ക് പിന്നെ എല്ലാ ഉള്ളി എടുക്കണം ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. ശരിയാണ്, ഉള്ളി എടുത്താൽ ടേസ്റ്റാണ്. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് സവാളയുടെ പകുതി എടുക്കാറ്, അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ. അപ്പോൾ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഒരു പച്ചമുളക്, വേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഉപ്പിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ അത് വളരെ കുറവായിപ്പോയതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ള കുക്കറായതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ടിൽ അതൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ വേറെ പാത്രം എടുത്ത് മൂടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അത് മൂടിയത്. പിന്നെ ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ മറ്റേ ചെമ്മീനും കൂടി ഇടുമ്പോൾ ആ ഒരു കുറച്ചൊരിത് വേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഇതിൽ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ അവസാനമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ആദ്യം മുളക് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനമാണ് ഞാൻ മുളക് പൊടി ഇടുന്നത്. കാരണം മുളക് പൊടി പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം നിങ്ങളെപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ അവസാനം മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. എന്താ കുഞ്ഞാ, എന്തായി? ഒന്നുമില്ല, അപ്പം ഇത് പറയട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ ഏകദേശം പണി കഴിയാറായിട്ടുണ്ട്. ഇനി അതൊന്ന് മൊത്തം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാനപ്പുറത്ത് ചായ തിളപ്പിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ തിളപ്പിച്ച ചായയൊക്കെ തീർന്നു പോയി. ഇവിടെ കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിക്കും ഗൈസ്.
സുധിച്ചേട്ടൻ അത് ഇപ്പോൾ കട്ടൻ ചായയാണ് ഇഷ്ടം. പണ്ട് പാൽ ചായ അല്ലാണ്ട് കുടിക്കാത്ത ആളാണ്, ഇപ്പോൾ കട്ടൻ ചായ മതി. കാരണം പാൽ ചായ കുറേ കുടിച്ച് ഒരു മട്ടിപ്പ് വന്നു. എന്നാലും ഞാൻ പാല് സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ചില സമയത്ത് എനിക്ക് കോഫി കുടിക്കാൻ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ദേ നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഉണക്കച്ചെമ്മീൻ ഒന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ് കണ്ടാലും അറിയാം ഉപ്പിത്തിരി കുറവായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര സൂപ്പറാണെന്നൊന്നും കാണിക്കാത്തത്. ഉപ്പിച്ചിരി കുറവായിരുന്നു. പിന്നെ എനിക്ക് പല്ലുവേദന ഒരിത്തിരി ഉണ്ട്. അങ്ങനെ എന്തൊക്കെയോ അമ്മയോട് പറയുന്നുണ്ട്. അമ്മ അവിടെ ക്ലീനിങ് പരിപാടിയിലാണ്, ഫുള്ള് ക്ലീൻ ചെയ്യാണ് കേട്ടോ മൊത്തം. അങ്ങനെ പിന്നെ അതേ തുമ്പിക്കുട്ടി വന്നിട്ട് ഇനി ഞാനും തുമ്പിക്കുട്ടിയും തമ്മിലുള്ള ഒരു പരിപാടിയിലാണ്. മുട്ട തിന്നിരിക്കുകയാണ് ഗൈസ്, മുട്ട തിന്നിരിക്കുകയാണ്. സുഖം അങ്ങനെ പോയി കഴിഞ്ഞപ്പോ മഴ പോയിട്ടാ. നമ്മ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇറങ്ങുമ്പോ അപ്പ മഴ ചതിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ നമ്മുടെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. സൂചിച്ചേട്ടന് കൊണ്ടുപോകാനുള്ള ആ ഒരു ചെമ്മീൻ വറുത്തൊക്കെ കഴിഞ്ഞു. ചെമ്മീൻ വറുത്തത് ആരാണ്? ഞാൻ. ഏത് ചീത്തായിട്ടുണ്ടാവും? പുഴുവന്നോ? എവിടെയാണ്? മാങ്ങയിൽ പുഴു ഗൈസ്, മാങ്ങയിൽ പുഴു. കയ്യുമുണ്ട്, മുട്ടയുണ്ട്. ഞങ്ങൾ മുട്ട തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സൂചേടം വന്നിട്ട് ഇനി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. നല്ല അടിപൊളി സോഫ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും അതിന്റെ മുകളിൽ ചമ്മന്തി ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കും. എന്താ ടേസ്റ്റ് ആണ്. കൂട്ടത്തിൽ കട്ടൻ ചായ. ചായ വെച്ചു അങ്ങനെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അപ്പം അവള് പറയുന്നത് അന്തിപ്പപ്പ് വേണമെന്നാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അണ്ടിപ്പരിപ്പ് തീർന്നത് കാരണം ഞാനിപ്പോൾ പിസ്ത വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ പുറത്ത് കണ്ടില്ലേ, കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. തോർത്തിയാലും എൻ്റെ ഞാൻ മര്യാദക്ക് തോർത്താത്തതുകൊണ്ടായിരിക്കും. അപ്പം അമ്മ എപ്പോഴും പറയും കണ്ണീരൊഴിയില്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ആരെങ്കിലും പറയണ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും ചീത്ത പറയണതാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകണേന്. പിന്നെ കോട്ടൺ തുണി ആയതുകൊണ്ട് അങ്ങനെ കാണുന്നതെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അങ്ങനെ തുമ്പിക്കുട്ടിക്ക് പിസ്ത കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അണ്ടിപ്പരിപ്പാണെന്ന് പറഞ്ഞ് പാവം കുഞ്ഞു കൊച്ചായതുകൊണ്ട് എല്ലാം വിശ്വസിച്ചു. അപ്പോൾ പിന്നെ സുധിച്ചേട്ടന് ഞാൻ ചോറ് പൊതിയാണ്. പ്രത്യേകിച്ച് കറികളൊന്നുമില്ല ഗൈസ്, കാണിക്കാൻ തന്നെ ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. സാമ്പാറും ഈ ഉണക്കച്ചെമ്മീൻ വറുത്തതുമാണ് നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത്. ആൾക്ക് സാമ്പാർ നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും മീൻ വറുത്തത് വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചോ. മീനില്ല, നമുക്ക് മീനില്ല. അപ്പോൾ സുചേട്ടൻ ഇന്ന് ചിക്കൻ മേടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ചിക്കൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഉണക്കച്ചെമ്മീനും കൂടി എടുത്തിട്ട് ആൾക്കുള്ള ചോറ് പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചു, പുറത്തെടുത്ത് വെച്ചു കേട്ടോ. ഞാനും മറവിക്കാരിയാണ്, സുചേട്ടനും മറവുകാരനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തെടുത്ത് വയ്ക്കും. പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും നോട്ടം പോകുമല്ലോ. അത് കഴിഞ്ഞു സുചേട്ടൻ സുക്രൂനാക്കിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇഡ്ഡലി തിന്നാൻ പോവാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഒരു പൊട്ടുകടൽ ഇട്ടിട്ട് ആ ചമ്മന്തിക്ക് എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ എൻ്റെ പൊന്നെ. എനിക്കിപ്പോഴും വായിൽ വെള്ളം ഊറാണ്. ശരിക്കും ഇഡ്ഡലി തികഞ്ഞില്ലെന്ന് തന്നെ പറയാം കേട്ടോ. ഒരു 2-3 പ്രാവശ്യം അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അത് മൊത്തം കൂട്ടിക്കഴിക്കാനായിട്ട് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയോ, രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് സാമ്പാറും ഒരുപാട് ചമ്മന്തി ഇട്ടിട്ട് അത് ഒരുമിച്ച് കഴിക്കണം കേട്ടോ. ഇങ്ങനെ കൂട്ടി കുഴച്ചനെ കഴിക്കണം, വെറുതെ മുക്കി കഴിച്ചാൽ പോരാ. എന്നാലാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരുള്ളൂ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായയിൽ ഒരിടവും ബാക്കിയില്ലാണ്ട് ഞാൻ സുചേട്ടനും ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി കൂടെ വെച്ചടിച്ചിട്ടാണ്. നല്ല ടേസ്റ്റായിരുന്നു. കുറച്ചിലാണ് ഞാനിത് പറയുന്നത്, എന്നാലും ഞാൻ പറയാം ഗൈസ്. ഞാൻ വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഇതുവരെ സെറ്റായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അധികം സാമ്പാറുകൾ വെക്കാറില്ല. എനിക്ക് സാമ്പാർ വെക്കാനായിട്ട് പഠിക്കണം എന്ന് അമ്മനോട് പറയുമ്പോൾ അമ്മ പറയും വെറുതെ നാണം കെടുത്തല്ലോണ്ട് നീ സാമ്പാർ ഏറ്റവും ഈസിയുള്ള പണിയാണ് ഈ സാമ്പാർ വെക്കൽ. പക്ഷെ നിനക്ക് മാത്രം എന്താണ് അത് പറ്റത്. മൂരാഴ്ച ഞാൻ പിന്നെ ഒപ്പിക്കൂട്ടോ, പക്ഷെ സാമ്പാർ രക്ഷയില്ല ഗൈസ്. ഹലോ പറമ്പി, ഹലോ പറ. ഹലോ. അപ്പോൾ അതേ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്താണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ തുമ്പി, സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞേ.
സബ്സ്ക്രൈബ് ഇത്തിരി കടുകട്ടിയായിട്ടുള്ള വാക്കായതുകൊണ്ട് തുമ്പിക്കുട്ടിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വൈൻഡപ്പ് ചെയ്യണേന് ഞാനും തുമ്പിയും കൂടിയാണ് വന്നല്ലേ അല്ലേ? ഹലോ ഗൈസ് എന്ന് പറഞ്ഞേ. ഹലോ ഗൈസ് എന്ന് പറഞ്ഞേ. പറ. ടാറ്റ കൊടുക്കുന്ന ടാറ്റാ. ഫ്ലൈങ് കിസ് കൊടുക്ക്. ബൈ.